ഇന്നലെ, അതായത് ഒക്ടോബർ 6-ാം തീയതി, കേരള ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു. രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, നിലമ്പൂർ MLA PV അൻവർ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വലിയ ഒരു പൊതുസമ്മേളനം വിളിച്ചുകൂട്ടി. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ലക്ഷത്തിന് ഏതാനും പൂജ്യങ്ങൾ കുറവുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കുറച്ചധികം ആളുകൾ അവിടെ എത്തിയിരുന്നു. അൻവർ സാഹിബ് പഴയ രീതിയിൽ തന്നെ കത്തിക്കയറി. അദ്ദേഹം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസിനും എതിരായിട്ട് കുറച്ചധികം പള്ളു പറഞ്ഞു. കൂട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പ്രകീർത്തിക്കാനും മറന്നില്ല. അദ്ദേഹം മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ട് സ്വയം അവതരിച്ചു എന്ന് മാത്രമല്ല, DMK എന്ന പേരിൽ ഒരു സംഘടനയെ പ്രഖ്യാപിച്ചു. ഇതിന് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹം സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും സ്റ്റാലിൻ അദ്ദേഹത്തെ ഒരു തരത്തിലും അദ്ദേഹമായിട്ട് സഹകരിക്കുന്നില്ല, അദ്ദേഹത്തെ സഹായിക്കുകയില്ല എന്ന് പാർട്ടി വക്താവ് ഇളങ്കോവൻ ചെന്നൈയിൽ വ്യക്തമാക്കി. അതെന്താണെങ്കിലും അൻവർ സാഹിബിന് ഈ MK സ്റ്റാലിനോടുള്ള ബഹുമാനത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ തമിഴ്നാട്ടിലെ ദ്രാവിഡന്മാർ മുഴുവനും അൻവറിനെ പിന്തുണയ്ക്കും. അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും രാജ്യവ്യാപകമായിട്ട് തന്നെ അൻവറിസം ഒരു വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് മാറും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റേത് ഒരു പാർട്ടിയല്ല, ഒരു സംഘടന മാത്രമാണ്. പണ്ട് ഈ കേരള കോൺഗ്രസ് വിട്ടുവന്ന ലോനപ്പൻ നമ്പാടൻ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി പിളർന്ന് ജോസഫ് പുതുശ്ശേരി പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് കേരള കോൺഗ്രസ് പൂ എന്നോ മറ്റോ ആയിരുന്നു പേര്. പിന്നീട് ഈ പൂ ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിച്ചു. അങ്ങനെയാണ് ജോസഫ് പുതുശ്ശേരി മാണി സാറിൻ്റെ വളരെ അടുത്ത ആളായിട്ട് മാറിയത്. അതൊക്കെ പഴയ കഥയാണ്. അപ്പോൾ നമ്പാടനും ജോസഫ് പുതുശ്ശേരിക്കും വരെ പാർട്ടി ഉണ്ടാക്കാമെങ്കിൽ ആർക്കും പാർട്ടി ഉണ്ടാക്കാം. ആർക്കും പാർട്ടി ഉണ്ടാക്കുന്നതിന് ഒരു തടസ്സമില്ല. പാർട്ടി ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് നികുതിയൊന്നും രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ തുച്ഛമായ നികുതിയുള്ളൂ. അതുകൊണ്ട് അൻവറിൻ്റെ പാർട്ടിക്ക് ഇനി മാർക്സിസ്റ്റ് പാർട്ടി M എന്നോ മാർക്സിസ്റ്റ് പാർട്ടി A എന്നോ മാർക്സിസ്റ്റ് പാർട്ടി N എന്നോ വേണമെങ്കിൽ പേര് കൊടുക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ സമ്മേളനം കഴിഞ്ഞു. പുള്ളി പുതിയ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ട് പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വിഭജിച്ച് ഒരു പുതിയ ജില്ല ഉണ്ടാക്കണം. ആ ജില്ലയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ മിക്കവാറും അത് കോഴിപ്പുറം ജില്ല എന്നായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോഴിക്കോടും മലപ്പുറവും കൂടി ചേർത്തിട്ടാണല്ലോ. അല്ലെങ്കിൽ മലക്കോട് ജില്ല എന്നാകാൻ സാധ്യതയുണ്ട്, മലപ്പുറവും കോഴിക്കോടും കൂടി ചേർത്ത്. രണ്ടായാലും ഒരു പുതിയ ജില്ല വേണം എന്നാണ് പുള്ളിയുടെ ആവശ്യം. പുതിയ ജില്ല ഉണ്ടെങ്കിൽ മാത്രമേ ഈ കിഴക്കൻ ഏറനാടിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് ജില്ലയാക്കണത് അൻവർ സാറ്? ഒരു പുതിയ സംസ്ഥാനം ചോദിക്കുക, അല്ലെങ്കിൽ നിലമ്പൂർ കേന്ദ്രമായിട്ടൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം തന്നെ ആവശ്യപ്പെടാം. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താവശ്യപ്പെടാനും നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വായിൽ നാക്കുണ്ട്, മുമ്പിൽ മൈക്കുണ്ട്. അപ്പോൾ എന്താവശ്യം വേണമെങ്കിലും നമുക്ക് ഉന്നയിക്കാം. പിന്നെ ജാതി സെൻസസ് നടത്തണം എന്നുള്ളതാണ്. പിന്നെ ഒരാവശ്യം ഫലസ്തീൻ പ്രശ്നം ഫലപ്രദമായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ്. മധ്യ പൗരസ്ത്യ ദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം. ഹമാസിനും അതുപോലെ ഹിസ്ബുള്ളയ്ക്കുമൊക്കെ വേണ്ട ആയുധ സഹായം നൽകണം. പിന്നെ മലബാർ കലാപത്തിൽ പങ്കെടുത്ത ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് പെൻഷൻ അനുവദിക്കണം. അതൊക്കെ നേരത്തെ അനുഭവിച്ച് കഴിഞ്ഞാണ്. ഇങ്ങനെ കുറച്ചധികം ആവശ്യങ്ങൾ പുള്ളി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ പാർട്ടിക്ക് വലിയ ഭാവി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതുപോലുള്ളൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് കേരള രാഷ്ട്രീയം കുറച്ച് ദരിദ്രമായിരുന്നു. പിന്നെ അൻവറിനെ പോലെ പ്രതിഭാശാലിയായ ഒരു നേതാവ് കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുറച്ച് കഴിയുമ്പോൾ സാക്ഷാൽ സ്റ്റാലിൻ തന്നെ നിലമ്പൂർ വന്ന് അൻവറിൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് ഒന്നിച്ച് ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കാം, ലയിക്കാം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. UDF ആകട്ടെ LDF ആകട്ടെ അൻവറിനെ അടുപ്പിക്കാനുള്ള സാധ്യത കാണില്ല. ലീഗിലെ ചില നേതാക്കന്മാർക്ക് അൻവർ വന്നാൽ കൊള്ളാം എന്നിട്ട്. കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും അടുപ്പിക്കില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തിനും അതുപോലുള്ള ആളുകൾക്കും അൻവറിനെ പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. പിന്നെ രാഷ്ട്രീയമാണല്ലോ, എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ഇന്നലെയോളം എന്തെന്നറിയില്ല, നാളെയും എന്തെന്നറിയില്ല. ഇനി അൻവറിനെ CPM തന്നെ തിരിച്ചെടുക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അൻവർ ഒരു മുടിയനായ പുത്രനാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പിണറായി വിജയനെ താഴെയിടാൻ താല്പര്യമുള്ള ആളുകളാണ് അൻവറിനെ രംഗത്തിറക്കിയത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി വിജയൻ സഖാവ് സ്ഥാനമൊഴികെ
മരുമോൻ സഖാവ് ആ വഴിക്ക് കാശിക്കോ രാമേശ്വരത്തേക്കോ പോവുകയും ചെയ്ത് ഇപ്പോൾ വിമതന്മാരായി നിൽക്കുന്ന ആളുകൾ അവരാരും അരങ്ങത്തേക്ക് വന്നിട്ടില്ല, അണിയറകളിൽ തന്നെ നിൽക്കുകയാണ്. ഈ വിമതന്മാർ ഒരു പട്ടാള വിപ്ലവം നടത്തി, അല്ലെങ്കിൽ കൊട്ടാര വിപ്ലവം നടത്തി, ഒരു ക്ലിഫ് ഹൗസ് വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അൻവറിനെ തിരിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങൾ നൽകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിൻ്റെ ചിരന്തര വൈരിയായ എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന പരിപാലനമുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി. അദ്ദേഹം ADGP ആയിട്ട് തുടരും, പക്ഷേ ആംഡ് പോലീസ് ബറ്റാലിയനിലാണ് എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ തൊപ്പി ഊരും എന്നായിരുന്നു അൻവർ വെല്ലുവിളിച്ചത്. അത് ഏതാണ്ട് ശരിയായി. ആംഡ് പോലീസ് ബറ്റാലിയനിലും അദ്ദേഹത്തിന് ഒരു തൊപ്പി ഉണ്ടാവും, പക്ഷേ ക്രമസമാധാന പരിപാലനം എന്ന വലിയ തൊപ്പി ഇനി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കുറച്ച് ദിവസമെങ്കിലും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരും എന്ന് വേണം വിചാരിക്കാൻ. കാരണം പിണറായി വിജയൻ്റെ കവചവും കുണ്ടലവുമാണ് അജിത് കുമാർ ശാശിയും. ഇപ്പോൾ തൽക്കാലം പുള്ളി കുണ്ടലം ഊരി വെച്ചിരിക്കുകയാണ്. ഇത് കവചം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുണ്ടലമില്ലാതെ മുഖ്യമന്ത്രിക്ക് എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റും? മനോജ് എബ്രഹാം എന്ന് വെച്ചാൽ കുണ്ടലത്തെക്കാളും വിലമതിക്കാനാവാത്ത വേറൊരു സാധനമാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ കുണ്ടലം മാറ്റിയിട്ട് പുള്ളി ഇമിറ്റേഷൻ കുണ്ടലം ഇട്ടിരിക്കുകയാണ്. ഇമിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞതിൽ വേറെ ദുസ്സൂചനയൊന്നുമില്ല. മോൻസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു ശേഖരം പരിശോധിച്ച് ടിപ്പുവിൻ്റെ വാളും പിടിച്ച് നിന്ന ആളാണ് ഈ മനോജ് എബ്രഹാം എന്ന് ഓർക്കുമ്പോൾ അതിന് വേറൊരു തലവും കൂടി ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഏതായാലും മനോജ് എബ്രഹാമിനെ വച്ചിട്ട് ഇനി ക്രമസമാധാന പരിപാലനം എങ്ങനെ കൊണ്ടുപോകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മുഖ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ക്ഷീണം എന്നുകൂടി പറയാം. 35 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അജിത് കുമാറിനെ മാറ്റി. അത് CPIക്കും അതിൻ്റെ ഒരു പങ്ക് അവകാശപ്പെടാവുന്നതാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത്ര തന്നെ ഒച്ചയിലല്ലെങ്കിലും CPI ആവശ്യപ്പെട്ടു, വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും ആവശ്യപ്പെട്ടു. അപ്പോൾ ഘടകകക്ഷികൾക്ക് മുഖ്യമന്ത്രി വഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അജിത് കുമാർ തൽക്കാലം കസേര മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. തൊപ്പി ആലങ്കാരികമായിട്ട് മാറ്റി എങ്കിലും അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോഴും ഒരു IPS തൊപ്പിയുണ്ട് എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം. ഏതായാലും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഏത് നിലവരെ എത്തും എന്ന് പറയാറായിട്ടില്ല. അൻവറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് സാധിച്ചെടുക്കാമായിരുന്നു. ഈ ഒരു ആവശ്യം മുൻനിർത്തി അദ്ദേഹം മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് തുടരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സർവ്വതന്ത്ര സ്വതന്ത്രനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അധികം വൈകാതെ അടുത്ത വെടി മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് പൊട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ADGP മാറ്റലല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റലുമല്ല, മുഖ്യമന്ത്രിയെ മാറ്റലാണ് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളുകളുടെ താല്പര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത വെടി എപ്പോൾ, എവിടെ നിന്ന്, ആര് പൊട്ടിക്കും എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അല്പം കൂടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.